തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഒരു കാര്യം പറഞ്ഞിരുന്നു, 5 സീറ്റും ജയിക്കും. കേരളത്തിൽ 100 സീറ്റ് ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. അതിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ജില്ലയായിരിക്കും. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐതിഹാസികമായ മുന്നേറ്റമുണ്ടാകുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്ന ജില്ലയായിരിക്കും ഇടുക്കി എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ 100% അത് പാലിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നപ്പോൾ ഈ നാടിൻ്റെ ജനവികാരം പ്രകടമായിരുന്നു. എന്നാൽ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം ഈ നാടിൻ്റെ ജനത സമ്മാനിച്ചിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ മഹാവിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയോജക മണ്ഡലങ്ങളും തിരിച്ചുപിടിച്ചുകൊണ്ട് UDF കരസ്ഥമാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ 3 സ്ഥാനാർത്ഥിമാർ 20,000-നപ്പുറം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ശ്രീ അബു ജോൺ ജോസഫ് മഹാഭൂരിപക്ഷത്തോടെ സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോൾ ജില്ലയിൽ ഇതിനു മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി കൈവരിക്കാത്ത വലിയ ഭൂരിപക്ഷത്തിലേക്ക് പീരുമേടും ഉടുമ്പൻചോലയും അതുപോലെ ഇടുക്കിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേവികുളം ഏറ്റവും അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ തിരിച്ചുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത്, വാർഡ് മുതൽ അസംബ്ലി ഉൾപ്പെടെ പാർലമെന്റ് ഉൾപ്പെടെ സമ്പൂർണ്ണമായ വിജയം ഇടുക്കി ജില്ലയിൽ കൈവരിക്കാൻ സാധിച്ചുവെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ നാടിനോട് കാണിച്ചതായിട്ടുള്ള പ്രതിബദ്ധതയ്ക്ക് നാടിന്റെ ജനത അതിന് വലിയ അംഗീകാരം നൽകിയിരിക്കുന്നു. ഞങ്ങൾ എത്രത്തോളം ഈ നാടിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 100% ആത്മാർത്ഥമായി എന്തെല്ലാം കാര്യങ്ങളാണോ തെരഞ്ഞെടുപ്പ് വേളയിൽ UDFന്റെ നേതൃത്വം ഈ നാടിന്റെ ജനതയ്ക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്, ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ വിഷയങ്ങൾ, ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് UDF നേതൃത്വം കൂട്ടായി മുന്നോട്ട് പോകും. UDFന്റെ വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥിമാരെയും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള UDFന്റെ സമ്പൂർണ്ണ നേതൃനിരയെയും ഈ അവസരത്തിൽ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നാടിന്റെ ജനതയ്ക്ക് ഈ വിജയം സമ്മാനിക്കുകയാണ്.